ചില അടയാളങ്ങൾ കാണും. അതിലൊന്നാമത്തെ അടയാളം പറഞ്ഞു ഇൽമിന്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോകും. രണ്ടാമത്തെ അടയാളം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു, റിസ്ഖിന്റെ ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പിൻവലിച്ചു കളയും. ആ റിസ്ഖിന്റെ ബറക്കത്ത് പിൻവലിക്കുമ്പോൾ ഉണ്ടാകുന്ന രംഗങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ സമയങ്ങളിൽ ബറക്കത്തില്ലാതെ പോകുന്നത്. നമുക്കെല്ലാം ഉണ്ട്, ഭക്ഷണമൊക്കെ ആവശ്യം പോലെ കഴിക്കുന്നുണ്ട്, പക്ഷേ കൃത്യമായി ഇബാദത്ത് എടുക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു ദിവസത്തെ ഇബാദത്ത് എങ്ങനെയാകണം, അമൽ എങ്ങനെയാകണം, അതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയത്. ആദ്യമായി എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ കട്ടിയിൽ കിടന്ന് നമ്മൾ കണ്ണ് തുറക്കുമ്പോൾ തന്നെ ഉടമസ്ഥന്റെ ദർബാറിൽ നമ്മൾ ചർച്ചയായി. നമ്മൾ ആദ്യമായി ദുആ ചെയ്തു, അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ വ ഇലൈഹി നുശൂർ. അത്രയൊന്നും അറിയില്ല എങ്കിലും കുറഞ്ഞ പക്ഷം നമുക്ക് പറയാം, മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന അല്ലാഹുവിനാണ് സർവസ്തുതി. അൽഹംദുലില്ലാഹ്. കണ്ണ് തുറന്നുടൻ തന്നെ അല്ലാഹുവിന്റെ സമക്ഷത്തിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ വ ഇലൈഹി നുശൂർ. അള്ളാഹു മറുപടിയും തന്നു. അവൻ കേൾക്കാൻ നമ്മൾ പറഞ്ഞപ്പോൾ അള്ളാഹു മറുപടിയും തന്നു. ഹമീദനി അബ്ദി. അള്ളാഹുവിന്റെ അടുക്കലുള്ള അർശിന്റെ ഭാഗത്തുള്ള മലക്കുകളോടാണ് അള്ളാഹു പറഞ്ഞത്, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ അടുക്കൽ ചർച്ചയായി നമ്മളെ കുറിച്ച്. അത് കഴിഞ്ഞ് നമ്മൾ എഴുന്നേറ്റു. നമ്മൾ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഇണയെ നമ്മൾ തട്ടിയുണർത്തി. ഉണർത്തിയതിനു ശേഷം നീ അള്ളാഹുമായി ബന്ധപ്പെടുക, തഹജ്ജുദ് നമസ്കരിക്കുക. അങ്ങനെ ഇണകളെല്ലാം പരസ്പരം തഹജ്ജുദ് നമസ്കാരത്തിലേക്ക് കടന്നു. അങ്ങനെ ഒരു തട്ടിയുണർത്തൽ നടക്കുമ്പോൾ ആ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദുആയുമായി, റഹിമല്ലാഹ്, അല്ലാഹു റഹ്മത്ത് ചൊരിയട്ടെ ഒരു പെണ്ണിന്. ഞങ്ങളുടെ പെണ്ണാണ്, അവൾ എഴുന്നേറ്റു, അവളുടെ ഇണയെ അവൾ തട്ടിയുണർത്തി. ഇനി അല്ല ഒരു പുരുഷന്, എങ്ങനെയുള്ള പുരുഷനാണ്, അവൻ ആദ്യം എഴുന്നേറ്റു അവന്റെ ഭാര്യയെ തട്ടിയുണർത്തി അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കാൻ വേണ്ടി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ ആ വീട്ടിൽ വന്നു. നമ്മൾ കഴിച്ച ഭക്ഷണത്തിന് ബറക്കത്തായി, നമ്മുടെ വീട് ബറക്കത്തുള്ളതായി. അത് കഴിഞ്ഞ് ടോയ്ലറ്റിലേക്ക് പോയി, അതിന്റെ ആദാബുകൾ നമ്മൾ പറഞ്ഞു. ആ ആവശ്യവും കഴിഞ്ഞു. നമ്മളൊക്കെ വീണ്ടും വന്നു നമ്മൾ ആദ്യമായി തഹജ്ജുദ് നമസ്കരിക്കുകയാണ്. ഉടമസ്ഥന്റെ മുന്നിൽ തഹജ്ജുദ് നമസ്കരിക്കുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാനുമായിട്ട് അൽഹംദുലില്ലാഹ് ഇന്നും ഇന്നലെയും ഒക്കെ നമ്മുടെ പള്ളിയിൽ കുറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. അതിന് പ്രത്യേകിച്ച് വലിയ ജോലിയൊന്നുമില്ല. പ്രധാനമായും നമ്മുടെ രാത്രി എന്ത് ചെയ്യുക, കാരണം 365 ദിവസവും നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യമാരുമായി നമ്മുടെ കുടുംബവുമായി കഴിഞ്ഞു കൂടുന്ന നമ്മൾ ഒരു മാസത്തിന്റെ വെറും 10 ദിവസത്തിന്റെ വെറും തുച്ഛമായ ഒരു 5-6 മണിക്കൂർ അള്ളാഹുവിന്റെ പള്ളിയിലിരിക്കും. ഉത്തര മാത്രമേ ഉള്ളൂ. ഈ രാത്രി ഹയാത്താക്കാന്ന് കേൾക്കുമ്പോൾ പലരും ഞെട്ടുകയാണ്. എങ്ങനെ ഈ രാത്രി ഹയാത്താക്കുക? പല ജോലികൾക്ക് നമുക്ക് പോകേണ്ടതല്ലേ. തറാവീഹ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് പിന്നെ പള്ളി വന്നിട്ട് ഇങ്ങനെ കുത്തിയിരിക്കലാണോ? ഇല്ല പ്രിയമുള്ളവരെ, സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുന്നിൽ തന്നെ രണ്ടുപേരും വന്ന സംഭവം നമുക്കൊക്കെ അറിയാം. ആയിഷ റളിയല്ലാഹു അൻഹ നമ്മുടെ ഇബാദത്തിനെ കുറിച്ച് ചോദിച്ചു. അപ്പൊ നമ്മുടെ ഇബാദത്തിനെ കുറിച്ച് എന്താ പറഞ്ഞത്? സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ചില ദിവസം റമദാൻ അല്ലാത്തപ്പോ ചിലപ്പോൾ നോമ്പ് പിടിക്കും, ചിലപ്പോൾ നോമ്പ് പിടിക്കില്ല. രാത്രിയിൽ ചിലപ്പോൾ ഇബാദത്ത് എടുക്കും, ചില സമയത്ത് കിടന്ന് കുറെ ഉറങ്ങും. ഇതൊക്കെയാണ് ഇബാദത്ത്. അല്ലാതെ ഇങ്ങനെ ഇബാദത്തോടെ ഇബാദത്ത് അങ്ങനെയല്ല. ഇത് കേട്ടപ്പോൾ വന്നവർ പറഞ്ഞു, നമ്മൾ നബിയും തമ്മിൽ എവിടെയാണ്? നമ്മളാണെങ്കിൽ രാത്രി ഫുൾ ടൈം പാട്ട് പഠിക്കുന്നു, നമ്മളാണെങ്കിൽ എത്രയോ ദിവസം നോമ്പെടുക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്മാരുടെ നരകത്തിലാണ്. ഇത്ര ഇബാദത്ത് എടുത്തവരെ കുറിച്ച് അവർക്ക് നരകത്തിലാണ്. കാരണം അഹങ്കാരം കയറിപ്പോയി. അതില്ല, നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഇത്തരം കൂടിയവർക്ക് അറിയാം. മിക്കവാറൊക്കെ 12 മണിയായപ്പോഴത്തേക്ക് പലരും വന്നു. 12:15 നമ്മൾ എന്ത് ചെയ്തു? സൂറത്തുൽ ഫാത്തിഹ അഊദു ബിസ്മിയും ഓതേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചു. അഊദു ബിസ്മിയും ഓതേണ്ടത് എങ്ങനെയാണ്? കാരണം കുറച്ച് ആൾക്കാരെ ഉള്ളൂ, ഓരോരുത്തരെ കൊണ്ട് ഓദിച്ചു. അതിനുശേഷം അതിന്റെ ഓരോ വാക്കുകൾ അഊദു ബിസ്മില്ലാ, അതിങ്ങനെ ഓരോ വാക്കും അതിന്റെ ആശയം പറഞ്ഞു, അതിന്റെ അർത്ഥം പറഞ്ഞു, അതിന്റെ മൊത്തം ആശയം പറഞ്ഞു. എന്നിട്ട് ഒരു അരമണിക്കൂറിനകം അഊദു ബിസ്മിയും കഴിഞ്ഞു, റാഹത്തായി. അത് കഴിഞ്ഞിട്ട് പോയി സ്വസ്ഥമായിട്ട് ഇഅ്തികാഫിന്റെ നിയ്യത്ത്. നമ്മുടെ ഈ പള്ളിയിൽ കിടന്ന് ഉറങ്ങുന്നു, ഒരു വിരിപ്പുണ്ടെന്ന് അത്ര മാത്രമേ ഉള്ളൂ. എവിടെയോ ഒരു ഫാന് വിട്ട് അതിന്റെ മുന്നിൽ കിടന്ന് ഉറങ്ങി. 3 മണിയായപ്പോൾ എഴുന്നേറ്റു, ഒരു 4 റക്അത്ത് നമസ്കരിച്ചു. അതിനുശേഷം റാഹത്തായപ്പോൾ ദുആയും കഴിഞ്ഞു. അവരൊക്കെ തിരിച്ചുപോയി. ഇതല്ലാതെ പള്ളിയിൽ നേരം കൊടുക്കുമ്പോൾ ഇങ്ങനെ കുത്തിയിരിക്കലൊന്നുമില്ല.
മെയിനായിട്ട് എന്ത് ചെയ്യുക? അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ മുണ്ട് മുറുക്കി കൊടുത്തു എന്ന് പറഞ്ഞ ഇബാദത്തിന് വേണ്ടി. ഇതാണ് ഇബാദത്ത്. അങ്ങനെ കുറെ സമയം അള്ളാഹുവിന്റെ പള്ളിയിൽ ഒരു ദിനം ഫുൾ ടൈം ഇബാദത്താണ്. പള്ളിയിൽ രാത്രി 12 മണിക്ക് കയറി 12 മുതൽ 3 മണി 4 മണിക്ക് ഇവിടുന്ന് പോകുന്നത് വരെ അവർ എഴുത്തിക്കാത്തിലാണ്. ആ കിടന്നുറങ്ങിയതും എഴുത്തിക്കാപ്പ്, അവർ നിസ്കരിച്ചതും എഴുത്തിക്കാപ്പ്. ഇതേ ഉള്ളൂ അമല്. അല്ല നമ്മൾ ഉദ്ദേശിക്കും പോലെ പള്ളിയിൽ ഏതാണ്ട് വലിയ മലയ മരക്കുന്ന പണിയൊക്കെ നടക്കുന്ന ഒന്നുമില്ല. ഈ പറഞ്ഞ 12 മണിക്ക് വന്ന് 15 മിനിറ്റ് വേണമെങ്കിൽ ഖുർആൻ ഓതാം, അല്ലെങ്കിൽ തസ്ബീഹ് ചൊല്ലാം. ഇതൊന്നും ഒരു വിഷയമല്ല. ഒക്കുന്ന സിമ്പിൾ അമൽ മീനത്തി എഴുത്തിക്കാപ്പ് ഹയാത്താക്കി. അൽഹംദുലില്ലാഹ്. അപ്പം ഇങ്ങനെയുള്ള അമലൊക്കെ ഉള്ളൂ. ശരി, ഏതാണെങ്കിലും നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ ഇനി അങ്ങോട്ട് റമദാൻ കഴിഞ്ഞാൽ നമ്മുടെ അമല പറയുന്നത് തഹജ്ജുദ് നമസ്കാരം മുടക്കരുത്. രണ്ടെങ്കിലും ഓവർ പിടിപിടിക്കണ്ട. ചില ആൾക്കാരുടേത് 8ഉം 10ഉം 20ഉം ഒക്കെ കൊണ്ട് പിടിക്കും. 4 ദിവസത്തിലെല്ലാം തളർന്ന് തീർന്നു പോകും. അത് വേണ്ട, 2 റക്അത്ത്. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ലേ, നിങ്ങൾ എന്ത് ചെയ്യും? വന്നാസുനിയ, ജനങ്ങൾ ഉറങ്ങി കിടക്കുമ്പോ നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്ന് ഹയാത്താക്ക്, 2 റക്അത്ത് നമസ്കരിക്കുക. നമസ്കരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ടാർഗറ്റ് പറയണം അല്ലാഹുവിനോട്, ഇന്ന് എന്താ വേണ്ടത്? ഇന്ന് നമുക്ക് വേണ്ടത് എന്താ? ഉടമസ്ഥനെ നമ്മുടെ യജമാനാണ്. ആ യജമാനോട് അടിമ കൈ തുറന്ന് പറയുക, ചോദിക്കുക, കൈ നീട്ടുക. എങ്ങനെ? അല്ലാഹുവേ, ഇന്ന് എനിക്ക് ഒരൊറ്റ ഭക്ത നമസ്കാരം ആക്കന്റെ പടച്ചവനെ, കഴിവിന്റെ പരമാവധി നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കാൻ ഭാഗ്യം തരണേ പടച്ചവനെ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ സുന്നത്തുകൾ അത് ഒക്കുമെങ്കിൽ, എങ്ങനെ സുന്നത്ത് വരുന്നത്? ഒക്കുമെങ്കിൽ എന്ത് ചെയ്യും? തഹജ്ജുദ് കഴിഞ്ഞു, സുബ്ഹിക്ക് മുമ്പ് 2 റക്അത്ത് സുന്നത്ത്. അത് കുറഞ്ഞത് കൂടിയതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കാത്ത സുന്നത്തുണ്ട്. അത് 10 റക്അത്തേ ഉള്ളൂ. നബി സല്ലല്ലാഹു ഒഴിവാക്കാത്ത സുന്നത്ത് ഫർദിന് മുമ്പും ശേഷമായിട്ടുള്ളത് 10 റക്അത്ത്. നമ്മൾ അതൊന്ന് പഠിച്ചു വെക്കുക ആദ്യം. ആ 10 റക്അത്ത് എങ്ങനെ? സുബ്ഹിക്ക് മുമ്പ് 2. ഇപ്പൊ മുമ്പ് നമസ്കരിക്കാൻ വന്നപ്പോഴേക്ക് ജമാഅത്തായി. ജമാഅത്തിന്റെ സമയത്തിന് മുമ്പ് നമുക്ക് 2 റക്അത്തിന് സമയം കിട്ടില്ലെങ്കിൽ, കാരണം ഇമാമിനോടൊപ്പം തക്ബീറിൽ കൂടുതലാണ് ശ്രേഷ്ഠം. അങ്ങനെ 1 മിനിറ്റേ ഉള്ളൂ. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കരുത്. നമ്മൾ നേരെ അവിടെ ഇരിക്കരുത്. ഇരിക്കാതെ അവിടെ നിന്നിട്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആ തസ്ബീഹ് പൊട്ടിച്ചിട്ട് ആ തസ്ബീഹ് ചൊല്ലിയാൽ നമുക്ക് തഹജ്ജുദ് നമസ്കരിച്ച പുണ്യം അല്ലാഹു ഫ്രീ ആയിട്ട് തരും. ചുമ്മാ ഇരുന്നാൽ നഷ്ടപ്പെട്ട കറാഹത്ത് വരും. അപ്പം ഇരിക്കാതെ ജമാഅത്തിന് 1 മിനിറ്റേ ഉള്ളൂ. നമ്മൾ വന്ന് റാഹത്തായിട്ട് നിന്ന് തസ്ബീഹ് പൊട്ടി ചൊല്ലുന്നു. തസ്ബീഹ് ചൊല്ലി ജമാഅത്തായി നമസ്കരിച്ചു. ജമാഅത്ത് നമസ്കാരം കഴിയുമ്പോൾ പുറകോട്ട് മാറി നിൽക്കുക. ശാഫി മദ്ഹബ് അനുസരിച്ച് മുമ്പുള്ള നമസ്കാരം ശേഷം നമസ്കരിക്കാം. അത് കഴിഞ്ഞിട്ട് മാറിയ പടത്തിന് സുബ്ഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് അല്ലാഹുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ആ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാം. അപ്പൊ സുബ്ഹിക്ക് മുമ്പ് 2, ളുഹറിന് മുമ്പും 2, ശേഷവും 2, 6 ആയി. ളുഹറിന് മുമ്പും 2, ശേഷവും 2. അസറിന് ഇല്ല. മഗ്രിബിനും ഇശാഇനും ശേഷം 2 വീതം. അപ്പൊ എത്രയും 10 റക്അത്തായി. നമ്മളൊരു തീരുമാനം എടുക്കുക. അൽഹംദുലില്ലാഹ് 2026 റമദാന്റെ ഇടയിൽ വന്നു. ആ റമദാൻ എന്നെ അല്ലാഹു കബൂലാക്കിയെങ്കിൽ എന്റെ ജീവിതത്തിൽ ഒരു ചേഞ്ച് ഞാൻ വരുത്താൻ തീരുമാനിച്ചു. ഇൻഷാ അല്ലാഹ് ദുഹ തഹജ്ജുദ് മുടക്കില്ല. തഹജ്ജുദ് മുടക്കില്ല, പക്ഷെ പാടാണ്. പറഞ്ഞില്ലേ, മൂർഖം പാമ്പിനെ ഒരു ചെറിയ ബീപ്പി അടിച്ചുകൊണ്ട് അതിനെ പാട്ട് പാടിക്കാൻ ഈ മനുഷ്യരെ കൊണ്ട് കഴിയും. വലിയ ആനയെ അതിന്റെ മാലിന്റെ വണ്ണം പോലും ഇല്ലാത്ത ഒരു ചൂറിലെടുത്തിട്ട് ആ ആനയെ കൊണ്ട് വലിയ തടി പിടിപ്പിക്കാൻ ഈ മനുഷ്യനെ കൊണ്ട് കഴിയും. അതുപോലെ തന്നെ വലിയ കാട്ടാനകളെ 2 കുക്കിയാനകളെ ചേർത്ത് വെച്ച് ചെറിയൊരു പണി കൊടുത്തിട്ട് അതിനെ നമ്മുടെ അടിനെ പോലെ ആക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. സിംഹത്തെയും പുലിയെയും കഴുത്തിലൊരു കയറ് കെട്ടി വെള്ളത്തിലിട്ട് കുളിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. പക്ഷേ നമ്മുടെ ഈ ശരീരത്തെ കൊണ്ട് 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. മനസാക്ഷിയോട് ചോദിച്ചു നോക്കുക. എത്രയുള്ളൂ? 2 മിനിറ്റേ ഉള്ളൂ. ആ 2 മിനിറ്റ് തഹജ്ജുദ് നമസ്കരിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. ആരെ? നമ്മുടെ ഈ ശരീരത്തെ. ഈ ശരീരത്തെ കൊണ്ട് ബാക്കി എല്ലാം നമ്മൾ ചെയ്യിക്കുന്നു. അപ്പൊ നമ്മൾ എത്രത്തോളം ബലഹീനനാണ്. നമ്മൾ ഈ ശരീരത്തിന്റെ അടിമ. കണ്ടുകൊണ്ട് ഈ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് ശൈത്താൻ പിടിച്ചിരിക്കുകയാണ്. ആ ശൈത്താൻ നമുക്ക് വിട്ടുതരില്ല. കാരണം നിന്നെ ഞാൻ നരകത്തിലിട്ട് കത്തിക്കും, നിന്നെ ഒരിക്കലും ഞാൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കില്ല എന്ന് ശൈത്താൻ വാശി പിടിക്കുന്നു. ഇതേ അവസരം നമ്മൾ ചിന്തിക്കേണ്ടത്. തൊട്ടടുത്ത വീട്ടിൽ രാത്രി 2 മണിയാകുമ്പോ ആർക്കും ഹോസ്പിറ്റലിൽ പോകണം. നമ്മളെ ഫോൺ ചെയ്തൊന്ന് വരുമ്പോ ഹോസ്പിറ്റലിൽ പോയി, ഓക്കെ ഞാൻ തയ്യാറാണ്.
ആ സെക്കൻഡിൽ വീട്ടിൽ ഇറങ്ങി ഓടുക. നമുക്കൊന്നും വിഷമമില്ല. രാത്രി 2 മണിയായി. ആ 2 മണി സമയത്ത് അതേ അവസ്ഥയിൽ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് 15 മിനിറ്റിന് മുമ്പ് എഴുന്നേറ്റിട്ട് ഒരു 2 റക്അത്ത് തഹജ്ജുദ്. എന്തിന്? നാളെ തദ്ഖുലുൽ ജന്നത ബിസലാം, അല്ലാഹുവിന്റെ സലാമുമായി നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കടക്കാമെന്ന് നബിതങ്ങൾ നമുക്ക് ഉറപ്പ് തന്നു. ഈ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ. ആ സമയത്ത് നമ്മൾ ഉറപ്പിക്കില്ല, നടക്കില്ല. എന്തുകൊണ്ട് നടക്കാത്തത്? ഈ ശരീരത്തിന്റെ അടിമയായി നമ്മുടെ അടിമയായി ശരീരം മാറണം. മഹാനായ ശൈഖ് ജീലാനി മുഹീദ്ദീൻ റളിയല്ലാഹു പറഞ്ഞതുപോലെ, എന്റെ ശരീരം എന്റെ അടിമയാണ്. ഞാൻ രാത്രി 2 മണിക്ക് പോയി കിടക്കുന്നു. കിടന്നിട്ട് ഞാൻ പറയുകയാണ് 4 മണിയാകുമ്പോൾ നീ എഴുന്നേറ്റ് നമസ്കരിക്കണമെന്ന്. എന്റെ ശരീരത്തെ വിളിച്ചാൽ ആ സെക്കൻഡിൽ ഓടി എഴുന്നേറ്റ് വരും. എന്തുകൊണ്ട്? ആ ശരീരം പറയുന്നത് ഞാൻ കേൾക്കില്ല. ആ ശരീരം എന്റെ അടിമയാണ്, ഞാൻ ശരീരത്തിന്റെ അടിമയല്ല. നമ്മൾ മനസാക്ഷിയോട് ചോദിക്കുക, നമ്മൾ ശരീരത്തിന്റെ അടിമയാണോ അതല്ല ശരീരം നമ്മുടെ അടിമയാണോ? ശരി, എന്തോ ആകട്ടെ, 10 റക്അത്ത് നമസ്കാരം മനസ്സിലായല്ലോ. 10 റക്അത്ത് നമസ്കാരം സുബഹിക്ക് മുമ്പ് 2, ളുഹറിന് മുമ്പ് 2, ശേഷം 2. മുമ്പും ശേഷം വരുന്നത് ളുഹറേ ഉള്ളൂ. അസറില്ല. മഗ്‌രിബിന്റെയും ഇശാഇന്റെയും പുറകെ 2, മഗ്‌രിബിന് ശേഷം 2, ഇശാഇന് ശേഷം 2. ഇത് ചുരുക്കിയത്. ഇത് നബിസല്ലല്ലാഹു നമ്മൾ ഒഴിവാക്കിയിട്ടേ ഇല്ല. നമ്മുടെ നഫ്സിനോട് ഇതിനെ ചേർത്ത് വെച്ച് കെട്ടുക. ഇനി സമയമുണ്ടെങ്കിൽ അത് 22 റക്അത്ത് ആക്കുക. ഇങ്ങനെ സമയമുണ്ടെങ്കിൽ ഇത് 22 ആക്കാം. എങ്ങനെ? നേരത്തെ വന്നത് സുബഹിക്ക് മുമ്പ് 2 തന്നെ. പക്ഷെ ളുഹറിന് മുമ്പുള്ള 2 മാറി 4 ആകും. ളുഹറിന് ശേഷമുള്ള 2 മാറി 4 ആകും. നേരത്തെ അസറിന് ഇല്ല, പക്ഷെ ഇപ്പൊ അസറിന് മുമ്പ് 4. നേരത്തെ മഗ്‌രിബിനും ഇശാഇനും ശേഷം 2 ഉള്ളൂ. അടുത്ത് കൂടുതൽ പറയുമ്പോൾ മഗ്‌രിബിന്റെ ഇശാഇന്റെ മുമ്പും 2. ഇതെപ്പോഴും സൗകര്യം കിട്ടുന്നെങ്കിൽ ചെയ്യും. അപ്പൊ 22 റക്അത്താവും. സുബഹിക്ക് മുമ്പ് 2, ളുഹറിന് മുമ്പ് 4, ശേഷം 4, അസറിന് മുമ്പ് 4, മഗ്‌രിബ് ഇശാഇന്റെ മുമ്പ് 2, ശേഷം 2. ഇതൊക്കെ ശരിയാവും എപ്പോഴാണെന്നറിയോ? ഈ പറഞ്ഞ ഇതിനെ നമ്മൾ ചവിട്ടി ഒതുക്കുമ്പോ, നമ്മൾ ചവിട്ടി പിടിച്ചിരിക്കും. അതിനെ ഞാൻ വിടില്ല, ഇതൊക്കെ ഞാൻ ചെയ്യിച്ചേ വിടൂ എന്നൊരു തീരുമാനം എടുത്താൽ പിന്നെ എന്ത് ചെയ്യും? അടിമയെ പോലെ കീഴേ വരും. അടിമയെ പോലെ കീഴേ വരും. നമ്മൾ പറയുന്നതൊക്കെ അത് ചെയ്തു തരും. നമ്മുടെ അടിമയായിട്ട് മാറും. നമുക്ക് അങ്ങനെ സുന്നത്ത് നമസ്കാരം കുറഞ്ഞത് 10 ഇൻഷാഅല്ലാഹ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി നമ്മൾ മാറ്റുക. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ഈ നഫ്സ് ചിലപ്പോൾ എന്ത് ചെയ്യും? ളുഹറിന് സമയമാകുമ്പോൾ കയറി വരും. നമ്മൾ പറയും ളുഹർ കഴിഞ്ഞാൽ ഉടനെ എനിക്കിതൊന്നും പോകാനുണ്ട്. ഒരു വിഷമവും വേണ്ട, ഇതിന്റെ സമയം അവിടെ തീരുന്നില്ല. ഇത് നമുക്ക് സൗകര്യം പോലെ നമ്മൾ ഹലാൽ കിട്ടുന്നത് പോലെ നമ്മൾ